വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന എനർജീസ് ഈ റീഡിങ്ങിൽ വരാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെ എനർജീസ് എല്ലാവരുമായിട്ട് ഒരുപോലെ റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആകില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ ലൈഫിൽ നിന്നൊരു പേഴ്സൺ വിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ആ പേഴ്സണെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അവരുടെ എനർജീസ് എന്താണ്, നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞത്, നിങ്ങൾ പല എഫേർട്ട് എടുത്തിട്ട് എല്ലാം മടുത്തൊരവസ്ഥയിൽ നിൽക്കുക എന്ന് പറയില്ലേ, നമ്മൾ എത്രത്തോളം താന്നു കൊടുക്കാവോ, എത്രത്തോളം നമ്മുടെ ഭാഗത്ത് നിന്നൊരു മുൻകൈ എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വളരെ ക്ഷീണിച്ചൊരു നിലപാടിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഈ പിറകെ പോയിട്ട് മടുത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇനി മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേസമയം നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരൊരു എനർജി എന്ന് പറയുന്നത്, അവർ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നു, അൺഇമോഷണലായിട്ടാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല. എന്ത് പറയുമ്പോഴും നിങ്ങൾ എത്ര അറ്റാച്ച്മെൻറ്റിന് പോകുന്നു അത്രയും അവർ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത പോലെ, അല്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല എന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഔട്ടർ മാസ്ക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർക്കുള്ളിലുള്ള പല കാര്യങ്ങളും അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ അവരുടെ ഈഗോ മറ്റു കാര്യങ്ങൾ കൊണ്ട് എന്തോ അവരത് അങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതേസമയം നിങ്ങളിപ്പോൾ ഈ ഒരു ബന്ധം, ആ ഒരു വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങളിപ്പോൾ ചേസ് ചെയ്ത് പോകുകയാണെങ്കിൽ, അവരുടെ പിറകെ വീണ്ടും 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 പോകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 5 ഓഫ് വൺസ് ആണ്. അപ്പോൾ വീണ്ടും കോൺഫ്ലിക്ട്സ് തന്നെയാണ് അവിടെ വരാൻ സാധ്യത. അവർ ഇറിറ്റേറ്റ് ആകാനുള്ള, ട്രിഗർ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. വീണ്ടും അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരാനും, നിങ്ങളൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയായിരിക്കാം ഈ വ്യക്തിയായിട്ട് വീണ്ടും സംസാരിക്കാൻ പോകുന്നതും പല ഒരു ഒത്തുതീർപ്പിനും കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ വീണ്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കുറച്ചും കൂടി ബന്ധത്തിലുള്ള വിള്ളൽ തന്നെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അവർ വീണ്ടും പല കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, അവർ പറയുന്ന പല കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ഹേർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നിങ്ങൾ അങ്ങനെ അവരെ ചേസ് ചെയ്ത് പിറകെ പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങളിപ്പോൾ ഒരു ചേസിങ്, നിങ്ങൾ അവർ പിറകെ പോകുന്നൊരു കാര്യം നിർത്തുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്കൊരു തോൽവി സംഭവിച്ച പോലെ ഒരു ഫീലിംഗ് ആണ് അവരെ സംബന്ധിച്ചിട്ടുണ്ടാകാൻ പോകുന്നത്. അവർ തന്നെ പല കാര്യങ്ങൾ റീതിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കണം എന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും അവർക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒന്ന് പിറകെ ചിന്തിക്കാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ വാല്യൂ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത്, ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ്, അൺഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആ വ്യക്തി നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇവിടെ സംഭവിക്കുന്നത് റീയൂണിയൻ എനർജിയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു നല്ല വശം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മ, അതൊക്കെ അവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് പോകുന്നത്. അവർക്ക് വീണ്ടും ഒരു റിയൂണിയൻ ആയിട്ട് നിങ്ങളെ തിരിച്ചു വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എനർജിയിലേക്കാണ് അവരത് കൊണ്ടുപോകുക. അപ്പോൾ ഇതിന് നിങ്ങളിപ്പോൾ ചേസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഒരുപാട് കോൺഫ്ലിക്ട്സും ക്ലാഷസും തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അതിൽ നിന്ന് ചേസ് ചെയ്യാതെ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു തോൽവി സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തോ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൊടുക്കും. നിങ്ങൾ പൂർണ്ണമായിട്ടൊരു ഡിറ്റാച്ച്മെൻറ്റ് ആ വ്യക്തിയുടെ അടുത്ത് കാണിക്കുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ എനർജിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ എവിടെയോ ഈ റീഡിങ്ങിൽ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഒരുപാട് ആ കാര്യത്തെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ചു വരാനായിട്ട് നിങ്ങൾ മുറുകെ പിടിച്ചൊരവസ്ഥ. അപ്പോൾ അതൊന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഒരു തിരിച്ചുവരവാണ്, അതൊരു മനസ്സിലാക്കിയിട്ടുള്ളൊരു തിരിച്ചുവരവായിരിക്കും. അപ്പോൾ ഇങ്ങനെ റീയൂണിയൻ സാധ്യമാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഒരു മെസ്സേജ് ത്രൂ ആയിരിക്കാം നിങ്ങൾക്ക് ഒരു കോളോ, അല്ലെങ്കിൽ ഒരു അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്സ് നിങ്ങളോട് അപ്പോളജൈസ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കാം ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ
നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് പോകാതിരിക്കുക. 7 ഓഫ് വൺസ് ആണ്. ഫൈറ്റ് ചെയ്ത് നിൽക്കുക സിറ്റുവേഷൻ എന്നുള്ളത്. ഇമോഷണലി ഡൗൺ ഒക്കെ ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഒരു സ്റ്റേബിൾ ആയിട്ട് തന്നെ ഗ്രൗണ്ടിൽ നിൽക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും നമ്മുടെ സെൽഫ് വാല്യൂം കളയുന്ന അതിപ്പോൾ വ്യക്തികളാണെങ്കിലും സാഹചര്യമാണെങ്കിലും എന്താണെങ്കിലും അതിന് പോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് പിറകെ പോകുമ്പോഴാണ് ഈ വ്യക്തിക്ക് കൂടുതലായിട്ടും അവരുടെ ആവശ്യം എന്നുള്ളൊരു തോന്നൽ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നത്. നിങ്ങൾ കുറച്ച് ഡിറ്റാച്ച്മെൻറ്റ് ആയി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റിലൊന്നും ഇല്ലെങ്കിലും പോകെ പോകെ അതൊരു റിയൂണിയൻ എനർജിയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്ലോ ആണ് പ്രോസസ്സ്. പക്ഷെ അതൊരു നിലനിൽപ്പുള്ളൊരു ബന്ധമായിട്ട് അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങളെ ഒരു സെൽഫ് റെസ്പെക്റ്റോടുകൂടി കണ്ടുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയിലായിരിക്കും അവർ തിരിച്ചു വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചേസിങ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.